രത്നം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ സുപ്രിയ ദാസാണ് ഇന്ന് പാവൽ മീഡിയയുടെ കൂടെയുള്ളത്. ഈ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് എത്ര കാലമായി? ഇപ്പം 3 വർഷം. എന്നാ പഠിപ്പിക്കുന്ന സബ്ജക്ട്? കൊമേഴ്സ്. അപ്പോൾ അതിന് മുന്നേ എവിടെയായിരുന്നു? അതിന് മുമ്പേ നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 10 വർഷത്തോളം ലക്ഷദ്വീപിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലക്ഷദ്വീപിലെ എക്സ്പീരിയൻസ് ഒരു എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. ആണ്. അപ്പോൾ അതൊന്ന് പറയാൻ പറ്റുമോ? ലക്ഷദ്വീപിലെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയർ എല്ലാം നമ്മുടെ കേരള പോലെ തന്നെയാണ്. പക്ഷേ കൾച്ചറലി കുറേ അധികം വ്യത്യാസമുണ്ട്. നമ്മൾ പൊതുവേ പറയപ്പെടുന്നത് നമ്മൾ മലയാള ഭാഷയാണ് അവരുടെ ഭാഷ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവർ പഠിക്കാനാണ് മലയാളം ഉപയോഗിക്കുക. അല്ലാതെ അവർക്ക് യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഉറുദു ഒക്കെ ഒരു ലിപി ഇല്ലാത്ത സ്ക്രിപ്റ്റ് ഇല്ലാത്ത ലാംഗ്വേജ് അല്ലേ, അതുപോലെ സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഒരു ലാംഗ്വേജ് അവർക്കായിട്ട് സ്വന്തമായിട്ടുണ്ട്. അത് ദസരി എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളോട് അവർ മലയാളം ഒരുവിധം സംസാരിക്കും. പിന്നെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ. എന്താ വെച്ചാൽ നമ്മുടെ കൂട്ട് തിരക്കുകളൊന്നുമില്ല, ഒരുപാട് ഫാക്ടറികളില്ല, എല്ലാം വളരെ ശാന്തമായിട്ടുള്ള തിരക്കില്ലാതെ ജീവിക്കാൻ പറ്റിയൊരു ഐലൻഡാണ്. പിന്നെ എന്ത് കാര്യത്തിനും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കേരളത്തിനെയാണ്. ഇപ്പം ഈവൻ വെജിറ്റബിൾ ആണെങ്കിലും അതുപോലെ ഫുഡ് അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങൾക്കും ഇപ്പോൾ ഒരു വീട് വെക്കണം എന്നാണെങ്കിലും എന്ത് ഐറ്റത്തിനും നമ്മൾ കേരളം അതുപോലെ തന്നെ മംഗലാപുരം അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അവർ ഉരു എന്നൊക്കെയാണ് പറയുന്നത്. ഈ ചരക്ക് കപ്പലുകളുണ്ടല്ലോ, അതിനകത്ത് എല്ലാ സാധനങ്ങളും ഇങ്ങനെ അവിടെ കൊണ്ടുവന്നിട്ടാണ്. അവർക്കായിട്ടൊരു പ്രൊഡക്ഷൻ അങ്ങനെ വളരെ കുറവായിട്ടാണ്. അവിടെ ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്ന് പോരാൻ എന്തായിരുന്നു കാരണം? പോരാൻ വേറെ കാരണമൊന്നുമില്ല. ഒന്ന് എൻ്റെ കൂടെ അമ്മയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അച്ഛനൊറ്റയ്ക്ക് മാത്രമായി. പിന്നെ മോള് എനിക്ക് ബേസിക്ക് കിട്ടേണ്ടുള്ള ഒരു സമയമല്ലേ പിന്നെ പോരുന്നതാ. ഇത്രയും ശാന്തസുന്ദരമായ സ്ഥലമാണ്, താമസിക്കാൻ ഇത്രയും കംഫർട്ടായ ഒരു സ്ഥലത്തുനിന്ന് ജോലി വിട്ടു പോകുന്നു. പിന്നെ ഇപ്പൊ കോയമ്പത്തൂരിലേക്ക് വന്നിട്ട് 3 വർഷം. കോയമ്പത്തൂരല്ല, ഇവരുടെ തന്നെ വേറെ സ്ഥലത്ത് ഈറോഡാണ് വർക്ക് ചെയ്തത്. ഈ വർഷം കോയമ്പത്തൂരോട്ട് വന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് ലക്ഷദ്വീപിനെ അപേക്ഷിച്ച്? ലക്ഷദ്വീപിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ നല്ലതാണ്. പക്ഷെ കേരളമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ലക്ഷദ്വീപിൻ ഇതും കൂടെ നോക്കുമ്പോൾ എക്സ്പീരിയൻസ് നമുക്കുള്ള ഒരു ഡെവലപ്മെൻറ്റിനുള്ള കുറച്ചുകൂടെ, അതായത് പേഴ്സണലി ഇപ്പോൾ ആസ് എ ടീച്ചർ നമുക്കിപ്പം ഒരുപാട് അക്കാദമിക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ പബ്ലിക്കേഷൻ, റിസർച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതലും ഏറ്റവും നല്ല അറ്റ്മോസ്ഫിയർ കോയമ്പത്തൂർ തന്നെ. ലക്ഷദ്വീപിൽ അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ പഠിപ്പിക്കുക, പോരുക. പക്ഷേ നമ്മളോട് അടുത്ത് നിൽക്കുന്ന കുട്ടികൾ എപ്പോഴും ഉള്ളത് ലക്ഷദ്വീപിലാണ്. മനുഷ്യരാണെങ്കിലും നമ്മളോട് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ ലക്ഷദ്വീപിലുള്ളതാണ്. ഇവരും സ്നേഹമുള്ളവരാണ്. പക്ഷേ ലാംഗ്വേജിൻ്റെ ഒരു ഡിഫറൻസ് എന്തായാലും നമുക്കിപ്പം ഇവിടെ വന്നിട്ടൊരു തമിഴൻ വന്നിട്ട് മലയാളം പറയുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. ആ ഒരു ഡിഫിക്കൽറ്റി നമ്മൾ അവിടെ ഫേസ് ചെയ്യും. എല്ലാവരോടും നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവണം എന്നില്ല. അങ്ങനെയുള്ളതേ ഉള്ളൂ. ആളുകൾ നല്ലതാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ലക്ഷദ്വീപ് തന്നെയാണ്. അല്ല, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കേരളവും കോയമ്പത്തൂരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം കേരളത്തിലാണോ കൂടുതൽ ഉന്നത എന്ന് വെച്ചാൽ ആൾക്കാർ വിദ്യ അഭ്യസിക്കുന്നതിൽ കൂടുതൽ കേരളത്തിലുള്ള ആൾക്കാർ? അത് വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കൂടുതൽ തമിഴ്നാട്ടിലും ക്വാളിറ്റി നല്ലത് കേരളത്തിലാണ്. അതാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു PhD ചെയ്ത ആളുകൾ അല്ലെങ്കിൽ പബ്ലിക്കേഷനൊക്കെ ഉള്ള ആളുകൾ വളരെ ചുരുക്കമാണ്, എല്ലാവരും ഒന്നുമില്ല. പക്ഷേ തമിഴ്നാട്ടിലൊരു കോളേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ മെജോറിറ്റി, അതായത് ഒരു 100 പേരുണ്ടെങ്കിൽ 90 പേർക്കും PhD ഉണ്ടാവും, കുറേ പബ്ലിക്കേഷൻ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവരെക്കാൾ ഒരുപാട് ക്വാളിറ്റി നമ്മുടെ അധ്യാപകർക്കാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരെപ്പോഴും കൗണ്ടിന് പ്രാധാന്യം കൊടുക്കും. അത് ഞങ്ങൾക്ക് ഇത്രയും പബ്ലിക്കേഷൻ വേണം. അപ്പം ഇതിൻ്റെ ഇടയ്ക്കൊരു ഹറിബറി ഓട്ടമാണ്. ഓടി നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അത്രയും നന്നായിട്ട് ചെയ്യണം എന്നൊന്നുമില്ല. പിന്നെ പേഴ്സണലി ഞാൻ പറഞ്ഞതുപോലെ പ്രൊഫഷണലി നമുക്ക് കുറച്ചുകൂടെ നേട്ടം തമിഴ്നാട്ടിൽ നിൽക്കുന്നതാണ്. പ്രൊഫഷണലി നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം റിസർച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. കേരളത്തിൽ അത്രയും പ്രോത്സാഹനം, അതായത് ഒരു കമ്പൽഷൻ ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തോളൂ എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, നമുക്ക് വളരണം എന്നുണ്ടെങ്കിൽ അത് വേണം. ആ ഒരു വ്യത്യാസം. പക്ഷേ ക്വാളിറ്റി കേരളത്തിൽ തന്നെയാണ് നല്ലത്. തമിഴ്നാട്ടിൽ കുറച്ചുകൂടെ പറഞ്ഞ വാണിജ്യവൽക്കരണം കുറച്ചുകൂടെ കൂടുതലാണ് വിദ്യാഭ്യാസത്തെ. പഠിപ്പിക്കുന്നത് കൊമേഴ്സ് ആണല്ലോ. അപ്പം കൊമേഴ്സ് സ്റ്റുഡൻസിന് ആയിട്ടുള്ള ഒരു ബന്ധം, കാര്യം എപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതായത് ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ കൊമേഴ്സ് പഠിക്കേണ്ടതാണ്. അപ്പം ഇപ്പോൾ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു ജോബ് ഒക്കെ എങ്ങനെയാണ്? ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ കോളേജിൽ നമ്മുടെ കോളേജിൽ ഇപ്പം
ഒരു കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അത്രത്തോളം കുട്ടികൾ അവിടെ ഉണ്ടെന്നുള്ളതാണ്. സ്പെഷ്യലൈസേഷനും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ അത്രത്തോളം സ്പെഷ്യലൈസേഷൻ ഇല്ല, അത്രത്തോളം ഡിപ്പാർട്ട്മെൻറ്റുകളില്ല. അപ്പോൾ അത്രയും കൗണ്ട് കൂടും. കാരണം ഇവരങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പ്രൊഫഷണൽ കോളേജസിലാണ് ഈ പ്ലേസ്മെൻറ്റ് ഡ്രൈവൊക്കെ കൂടുതൽ വരുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ ഒരുവിധം നല്ല കോളേജിലെല്ലാം നല്ല നല്ല കമ്പനികൾ വന്നിട്ട് പ്ലേസ്മെൻറ്റ് ഡ്രൈവ് നടത്തും. അതും കൂടെ ഒക്കെ നോക്കിയിട്ടാണ് ആളുകൾ വരുന്നത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റ് അനലിസ്റ്റ് ആണെങ്കിൽ ട്രേഡ് അനലിസ്റ്റുകൾ, ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ്, അങ്ങനെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി. ഈവൻ ഡാറ്റ എൻട്രി അതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അവർ നമ്മളെപ്പോഴും ഇപ്പം നമുക്കിവിടെ അറിവ് കൂടുതലാണ്. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ കുറച്ചുകൂടെ ബാക്കാണ്. നമ്മളിപ്പോൾ അവിടെ ചെന്നിരുന്നിട്ട് അവരോടൊരു ഡാറ്റ പെട്ടെന്നൊന്ന് പ്രോസസ്സ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് അവർ ചെയ്തു തരും. നമ്മൾ കുറേയൊക്കെ പഠിച്ച് വെച്ചിട്ട് അങ്ങനെ ഒരു കഴിവ് അവർക്ക് കൂടുതലാണ്. തിയറട്ടിക്കൽ നോളജ് നമുക്കും പ്രാക്ടിക്കൽ നോളജ് അവർക്കാന്ന് തോന്നിയിട്ട് ഇങ്ങനെ പുതിയ ഈ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതില്ലേ അതിനൊരു പ്രത്യേക കഴിവ് അവർക്കുണ്ട്. പെട്ടെന്നാണ് അവരിത് ചെയ്തു തീർക്കുന്നത്. ഞങ്ങളൊക്കെ കുറച്ച് സ്ലോ ആണ് ഈ കാര്യത്തിൽ. പഠിപ്പിക്കാൻ ഞങ്ങൾ മുന്നിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരാണ് മുന്നിൽ. കൊമേഴ്സ് മാത്രമാണ് പഠിപ്പിക്കുന്ന അക്കൗണ്ടൻസി എല്ലാം. ഇപ്പൊ ഞങ്ങൾക്ക് സ്പെഷ്യൽ കോഴ്സ് ഉണ്ട്. UK ആണ് അതിന്റെ ബേസ്ഡ്. ACCA എന്ന് പറഞ്ഞിട്ട് BCom ACCA ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെ ACCA പ്രത്യേകം പ്രൊഫഷണൽ കോളേജുകളാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഡിഗ്രിയുടെ കൂടെ തന്നെ ACCA കൊടുക്കുന്നുണ്ട്. ഈ ACCA കൊടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 2-3 പേപ്പർ അവർക്ക് ഇനി ACCAക്ക് അവർ പ്രിപ്പയർ ചെയ്യുമ്പോൾ 2-3 പേപ്പർ അവർക്ക് മാത്രം എഴുതിയാൽ മതി. ബാക്കിയൊക്കെ അവർ BComൽ പഠിക്കുന്നുണ്ട്. അത്രത്തോളം അവർ മുൻകൂട്ടി ചെയ്യുന്ന അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ കേരളത്തിൽ പൊതുവെ കുറവാണ് ഡിഗ്രിയുടെ കൂടെ ACCA. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ACCAക്ക് ചെയ്യുന്നുണ്ട്. അത് UK നിന്നാണ് അതിൻ്റെ സിലബസും എല്ലാം നമുക്ക് തരുന്നത്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവർക്ക് വെളിയിലൊക്കെ. അതായത് 80ഓളം രാജ്യങ്ങളിൽ ഇവർക്ക് ഈ ACCA പാസ്സായിട്ട് പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ മുന്നേ അലൂമിനി സ്റ്റുഡൻസൊക്കെ ഇപ്പോൾ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എഴുതുന്നുണ്ട് പ്രതിലിപിയിലെ ഗംഗോത്രി എന്ന പേരിൽ. എങ്ങനെയാണ് എഴുത്തിലേക്ക് വരുന്നത്? അത് ചെറുപ്പം മുതലേ താല്പര്യമാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പോഷറാണ്. എൻ്റെ അച്ഛൻ്റെ അനിയനുണ്ട്, പുള്ളി അധ്യാപകന്. അപ്പം അന്ന് തൊട്ടേ നമുക്ക് ഈ ഞായറാഴ്ചയൊക്കെ ടാസ്ക് തരുന്നത് നമ്മൾ ഞായറാഴ്ച പത്രത്തിൻ്റെ കൂടെ വരുന്ന വാരാന്ത പതിപ്പുകൾ വായിക്കുക. അപ്പം അതിനകത്ത് കഥാകൃത്തുക്കൾ അവരെക്കുറിച്ചുണ്ടാവും, പല സ്ഥലങ്ങളെക്കുറിച്ചുണ്ടാവും. അത് വായിച്ചിട്ടാണ് നമുക്ക് ഇത് ചില ഭാവനകൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. പക്ഷെ നമ്മൾ അത്രയ്ക്കൊന്നുമില്ല. ഒരു സാഹിത്യം എന്ന് പറഞ്ഞ് ഞാനിതുവരെ എഴുതിയിട്ടില്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് തോന്നുന്ന രീതിയിൽ സാധാരണക്കാരന് രസിക്കുന്ന രീതിയിൽ എഴുതുകയെന്നേ ഉള്ളൂ. പക്ഷെ അന്ന് തന്നെ കൊച്ചച്ഛൻ ഇങ്ങനെ MDയെക്കുറിച്ച് അങ്ങനെ കുറേ നല്ല കഥാകൃത്തുക്കളെക്കുറിച്ചുമൊക്കെ നമുക്ക് നല്ല അറിവ് തരുമായിരുന്നു എപ്പോഴും. അതേപോലെ ONVയുടെ കവിതകൾ, മധുസൂദനൻ നായർ സാറിൻ്റെ കവിതകൾ, ഇതൊക്കെ കൊണ്ടുവന്നിട്ട് കാസറ്റിട്ട് കേൾപ്പിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് വെക്കേഷൻ ആണെങ്കിലും ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് തരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അതിനോടൊരു താല്പര്യം അങ്ങനെ വന്നതാവാം. പിന്നെ ഞാൻ വെറുതെ ബുക്കിലൊക്കെയാണ് എഴുതി വെക്കുക. കൂട്ടുകാരാണ് എൻ്റെ റീഡേഴ്സ്. പിന്നെ അത് പബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിലെ മാഗസിനകത്താണ്. പിന്നെ വീണ്ടും അങ്ങനെ 2 വർഷം പബ്ലിഷ് ചെയ്തു. പിന്നെ അങ്ങനെ പബ്ലിഷ് ചെയ്യാൻ നിന്നിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു പ്രീ ഡിഗ്രി വരെയൊക്കെ ഒരുമാതിരി ഉഴപ്പം മറ്റ്. ഡിഗ്രി ആകുമ്പോഴാണ് നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാകുന്നത് പഠിക്കണം. അതുവരെ വീട്ടുകാരുടെ നിർബന്ധത്തിന്. അങ്ങനെ ഫുള്ളി നമ്മൾ ആ പഠിത്തം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പിന്നീട് ഒരു കഥയുണ്ട്. കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം LLB എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ LLB അപ്പോൾ വീട്ടിലൊക്കെ ഇങ്ങനെ അത് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പൊട്ടിത്തെറി. കാരണം LLB എടുത്തിട്ട് ഇപ്പോൾ 21 കേസില്ലാതെ നടക്കുന്നത്. ഡിഗ്രി എടുത്തിട്ട് കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ബാങ്കിൽ ജോലി കിട്ടും. അങ്ങനെ ഒരു മിഥ്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു അവർക്ക്. അത് വെച്ചിട്ട് എൻ്റെ ആ ഒരു ആഗ്രഹം പോയതുകൊണ്ട് കൊമേഴ്സിനോട് താല്പര്യമില്ലാതെ കയറിയെടുത്തതാണ്. പ്രീ ഡിഗ്രിക്ക് അത്രത്തോളം നോളജ് എനിക്ക് കൊമേഴ്സിനില്ല. അതുകൊണ്ട് തന്നെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് കുറേ സമയം എനിക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം, ബേസിക് പഠിച്ച് വരണമെങ്കിൽ. കാരണം അന്നേരമാണ് പഠിക്കാൻ തോന്നുന്നത്. ആ ഒരു 3 വർഷം അങ്ങനെ അങ്ങ് പോയി. ഇടയ്ക്ക് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി മാത്രം ചെറിയ ചെറിയ കഥകൾ എഴുതും, അഭിപ്രായം പറയും. പിന്നെ വീണ്ടും ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്, ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞിട്ട്. ആ ഗ്രൂപ്പിലോട്ട് വരുമ്പോൾ എൻ്റെ പഴയ കൂട്ടുകാർക്ക് ഈ എഴുത്തിനെ കുറിച്ച് ചോദിച്ചു കഴിയുമ്പോഴാണ് എനിക്കും അങ്ങനെ ഒരു ബോധം വരുന്നത്. സത്യം. അതിനു മുമ്പ് വെറുതെ എഴുതുക, കളയുക. അങ്ങനെ ഇവരാണ് എന്നോട് പറയുന്നത് പ്രതിലിപി വായിച്ചു നോക്ക്, അതിനെക്കുറിച്ച് എൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ടൊന്ന് എഴുതി. അങ്ങനെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയം. കാരണം ഇപ്പോഴത്തെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തുള്ള കോളേജ് ലൈഫ് നമ്മുടെ അധ്യാപകർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് വായിക്കാനും എഴുതാനും. വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. ഞാനതൊക്കെ കണ്ടിട്ടാണ് അധ്യാപികയാകണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ വ്യത്യാസമാണ്. ഈ ഒരു സെമസ്റ്റർ എന്ന് പറഞ്ഞ് നമ്മൾ കംപ്ലീറ്റ് ആക്കുമ്പം
സിലബസ് വലുതായിട്ടൊന്നും വെട്ടിക്കുറച്ചിട്ടില്ല. നമ്മൾ ഒരു വർഷം പഠിക്കുന്ന സിലബസ് തന്നെ ഇവരെ 3 മാസം കൊണ്ടൊക്കെ നമ്മൾ ഓടിച്ചു. ഈ 3 മാസത്തിനിടയ്ക്ക് എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ട്, നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രോഗ്രാമുകളുണ്ട്, ആർട്സ് ഫെസ്റ്റ്, സ്പോർട്സ്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സ്ട്രൈക്ക് വരാം. ഇതിൻ്റെ ഇടയിൽ ഒരു ഓട്ടപ്രദക്ഷിണം മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഭയങ്കര സ്ട്രെസ് അനുഭവിക്കുന്നു. മാത്രമല്ല കോളേജിന് ഇപ്പോൾ സർവകലാശാലയ്ക്കൊക്കെ ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ ഓരോ കോളേജിലും കുട്ടികളെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നാക്കിൻ്റെ അക്രഡിറ്റേഷൻ വേണം. അപ്പോൾ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നാക്കിൻ്റെ A++ ഒക്കെ ഉള്ള കോളേജ്. അപ്പോൾ എല്ലാ കോളേജുകൾക്കും ഈ A+ഉം Aയും ഒക്കെ വേണം. ആ ഗ്രേഡിന് വേണ്ടിയിട്ട് അവിടെ ഉള്ള അധ്യാപകർ എന്ത് ചെയ്യണം, ഇതേ രീതിയിൽ കുറേ ഫയൽ വർക്ക് അത് ഇത്. അപ്പം പണ്ടത്തെ പോലെ അന്നത്തെ അധ്യാപകർ ആസ്വദിച്ച ഒരു സമയം നമുക്കിപ്പോൾ ആസ്വദിക്കാനില്ല. ഒരോട്ടം എന്ന് വെച്ചാൽ അടുത്ത നാക്ക് വിസിറ്റ് വരുന്ന സമയത്തേക്ക് നമ്മുടെ ഫയൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ കുറേ ഇപ്പോൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് ചെയ്യുന്നുണ്ട്. ഒരേ സമയം തന്നെ അവരെ ഈ കോഴ്സും പഠിപ്പിക്കുക, വേറെ അവരെ സ്കിൽഡായിട്ട് കൊണ്ടുവരിക, ഒരു തൊഴിലധിഷ്ഠിതമായിട്ട് കൊണ്ടുവരിക, പിന്നെ കുറേയധികം ആക്ടിവിറ്റീസ്, നാസ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കൂടെ നമ്മളിങ്ങനെ കിടന്നിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ഒരു റിലീഫിന് വേണ്ടിയിട്ട് വീണ്ടും പ്രതിലിപി പ്ലാറ്റ്ഫോമിലിട്ട് വന്നതാണ്. കോളേജ് മാഗസിനേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണ്ട് ഇതുപോലെ പ്രീ ഡിഗ്രി പഠിച്ചപ്പോൾ എഴുതിയ ഒരു കഥ പുള്ളി കൊണ്ടുപോയിട്ട് പുള്ളിയുടേതായിട്ടുള്ളത് കാണിച്ചു, കോമ്പറ്റീഷൻ ഫസ്റ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. ഇപ്പം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ വന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പിന്നെ എഴുതി കളയാം എന്നുള്ളൊരു തോന്നൽ വന്നു. ഇഷ്ടമാണ്. ഇപ്പം എഴുതുന്നുണ്ട്, പ്രസന്റ്ലി എഴുതുന്നുണ്ട്. അപ്പോൾ പൊതുവെ ആൾക്കാരുടെ ഒരു വായനാ രീതി കുറഞ്ഞതായിട്ടൊക്കെ തോന്നുന്നുണ്ടോ? പക്ഷെ പ്രതിലിപിയിലുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രതിലിപി എന്ന് പറയുന്നത് അത്യാവശ്യം ഈ ഒരു വലിയ സാഹിത്യം എന്നൊന്നും പറയാനില്ല, സാധാരണ എന്നെ എഴുതി പോകുന്നത്. എഴുതിക്കൊണ്ടിരിക്കുന്ന നോവൽ ഏതാണ്? നോവല് ഋതുഭേദങ്ങൾ എന്നാണ്. ഞാൻ ഭയങ്കര കോൺസെപ്റ്റൊക്കെ ഇട്ട് തുടങ്ങിയ നോവലാണ്. പക്ഷേ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സോഷ്യൽ ഇഷ്യൂ അതിങ്ങനെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പലപ്പോഴും ഒരു ഡിസ്ക്രിമിനേഷൻ വരും സൊസൈറ്റിയിൽ. പെണ്ണിങ്ങനെ ആയിരിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര ഗോതമ്പിൻ്റെ നിറവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട് നായികയെ പറ്റി. അപ്പം ഞാൻ ചിന്തിക്കുന്ന അങ്ങനെയുള്ളവർ മാത്രമല്ല സമൂഹത്തിലുള്ളത്, എല്ലാത്തരം ആളുകളും ഉണ്ട്. എല്ലാവരും ഇപ്പോൾ ഓരോരുത്തരുടെ കഥ എടുക്കുമ്പോഴേ അവരായിരിക്കും നായികയും നായകനും. അപ്പം അങ്ങനെ ഒരു കഥാപാത്രത്തെ ഞാൻ ഈ നോവലുകളിൽ കണ്ടിട്ടില്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ചുമ്മാ ഫ്രസ്ട്രേഷൻ അടിച്ചിട്ടൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരീ പറയുന്ന തൊലിയുടെ നിറം വെച്ചിട്ട് കറുപ്പാണെങ്കിൽ കറുത്ത പെണ്ണിന് കറുത്ത പയ്യൻ മതി, വെളുത്ത പയ്യൻ വന്നു കഴിഞ്ഞാൽ അതെന്തോ കുഴപ്പമാണ് എന്നൊക്കെ ഒരു സങ്കല്പമുണ്ട്. അപ്പൊ അതിൽ കോംപ്ലക്സ് അടിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഈ അടുത്തുണ്ട് അങ്ങനെ. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഒരു കോംപ്ലക്സ് അടിച്ചിരിക്കുന്ന ഒരു നേരത്തെ ഉള്ളതാണ്. ഒരു ഇതറിയാവുന്നത് കൊണ്ട് ഞാൻ ആ ഒരു ആളുകൾ ഇങ്ങനെ പറയുമ്പോഴും അവരെങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു എന്നുള്ള കോൺസെപ്റ്റ് വെച്ചാണ് തുടങ്ങിയത്. പക്ഷെ നമ്മളത് വരുമ്പോഴത്തേക്കും ഈ വായനക്കാർക്ക് ആവശ്യം, നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ നോക്കുന്നത്, വായനക്കാർക്ക് എന്താണ് ആവശ്യം. അപ്പോൾ അത് കുറച്ചുകൂടെയൊക്കെ ആ വലിയൊരു സീരിയസ് ഇഷ്യൂ വിട്ടിട്ട് അതിനകത്ത് കുറച്ചൊക്കെ ഒരു പ്രണയകഥയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ്. പക്ഷെ ആ ഒരു വ്യത്യാസം, ജാതി വ്യത്യാസവും പറയുന്നുണ്ട്, നിറത്തിൻ്റെ വ്യത്യാസങ്ങൾ, അതിൽ ചിലപ്പം നമ്മൾ ഈ സൊസൈറ്റിയിൽ അത് പറയുമ്പം ഒരാളെ എങ്ങനെ അഫക്റ്റ് ചെയ്യാം, അവരിൽ എങ്ങനെ ഇൻട്രോവേർട്ടായിപ്പോൾ അവരുടെ കഴിവുകൾ എങ്ങനെ കാണാതായിപ്പോൾ, എന്നാൽ അതിജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള കഥാപാത്രത്തെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജാതിയുടെയോ നിറത്തിൻ്റെയോ ഒക്കെ പേര് പറഞ്ഞ് നമ്മൾ അടിച്ചമർത്തപ്പെടുമ്പോഴും സ്വന്തം വ്യക്തിത്വം തിരിച്ചറിഞ്ഞിട്ട് അതിജീവിച്ചു പോകുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവരെ ഒരു 2 കഥാപാത്രങ്ങളാണ് ഞാൻ അതിനകത്ത് പറയുന്നത്. പക്ഷേ ഇപ്പോൾ സൗന്ദര്യ സങ്കല്പങ്ങളെ കുറിച്ച് പറഞ്ഞു. സത്യത്തിൽ ഈ സൗന്ദര്യ സങ്കല്പങ്ങൾ സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമല്ലേ? ആണ്. അതിനെക്കുറിച്ച് സുപ്രിയയ്ക്ക് എന്താ പറയാനുള്ളത്? ഞാൻ പറയുന്നത് ഏറ്റവും സൗന്ദര്യം എന്ന് പറയുന്നത്, എല്ലാവരും പറയും ക്യാരക്ടർ എന്ന് പറയും, നമ്മൾ അത്രയൊന്നും പോകുന്നില്ല. സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അതാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു പൊതുവേദിയിലോട്ടോ അല്ലെങ്കിൽ 4 പേര് പോയിട്ട് നിൽക്കുന്നിടത്തോട്ടോ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് ചെല്ലാൻ പറ്റണം. നമുക്ക് എന്താണോ ഉള്ളിലുള്ളത് പറയേണ്ട സാഹചര്യത്തിൽ നമുക്ക് തുറന്നു പറയാൻ പറ്റണം. തല ഉയർത്തിപ്പിടിച്ച് നമുക്കൊരാളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ മുഖത്ത് നോക്കി നല്ല ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി, അല്ലെ എപ്പോഴാണോ നമ്മൾ ഗൗരവം സ്വീകരിക്കുന്നത് ആ രീതിയിൽ പറഞ്ഞ് നമുക്കൊരു സൊസൈറ്റിയുടെ ഭാഗമാകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് വലുത്. ഈ സൗന്ദര്യം എന്ന് പറയുന്ന ഓരോ ഇങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ, സൗന്ദര്യം കാണുന്നവൻ്റെ കണ്ണിലാണ്. അതാണ് ചിലപ്പോൾ എനിക്കിപ്പോൾ നല്ല സൗന്ദര്യം എന്ന് തോന്നുന്നത് ഒരുപക്ഷെ താങ്കൾക്ക് നല്ല സൗന്ദര്യം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പം അതെന്ന് പറയുന്നത് ഓരോ കണ്ടീഷനിങ്ങാണ്. ചിലർക്ക് നിറമായിരിക്കും സൗന്ദര്യം, ചിലർക്ക് നിറമായിരിക്കത്തില്ല, ചിലർക്ക് രൂപം സൗന്ദര്യമായിട്ട് തോന്നാം.
ഇപ്പം ഞാൻ പറയുന്നത് എല്ലാ വ്യക്തികൾക്കും എവിടെയൊക്കെയോ ഓരോ അപ്പിയറൻസ് ഉണ്ട്. അത് നമ്മൾ എങ്ങനെ അതിനെ എക്സ്പോസ് ചെയ്ത് നല്ല രീതിയിൽ കോൺഫിഡൻസ് കൂടി പോകുക എന്നുള്ളത് തന്നെയാണ് മെയിൻ. ഏറ്റവും കൂടുതലും പരസ്യ കമ്പനികൾ അവരാണ് ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത് അവർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കോസ്മെറ്റിക്സ് വിറ്റഴിക്കുന്നത് അതാണ്. ഇവരുടെ കോംപ്ലക്സിനെ മുതലെടുത്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യും. ഇപ്പം ഗ്ലോ ആൻഡ് ലവ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെപ്പോഴും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് വളരെ തിളങ്ങും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ തിളങ്ങാത്തവർ എന്തോ കുറവുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായി? കുറവ് വിളിച്ച് അറിയിച്ചു കൊടുക്കുകയാണ്. പക്ഷേ അത് വേണ്ട. അപ്പം നമ്മൾ ഒരുങ്ങി നടക്കുന്ന നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ കോൺഫിഡൻസ് ആണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഇത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ FBയിലൊക്കെ നമ്മൾ കയറുകയാണെങ്കിൽ ഒരു കറുത്ത കുട്ടിയുടെ പടം കാണിച്ചിട്ട് ഞാൻ കണ്ട ഒരു പോസ്റ്റാണ് പറയുന്നത്, എനിക്കാരും ലൈക്ക് തരത്തില്ലെന്ന് അറിയാം, എങ്കിലും ഒരു ലൈക്ക് അടിച്ചേക്കുന്നു. അപ്പോൾ ഇതേ രീതിയിലിരിക്കുന്ന ഒരു കുട്ടി വിചാരിക്കുന്നത് എന്താവും, ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കും ലൈക്ക് തരില്ല എന്ന്. കുട്ടികളെ കോൺഫിഡൻസോടുകൂടി വളരാൻ പഠിപ്പിക്കുക, അത് ചെറുതിലെ തന്നെ വളരാൻ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അവർക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റണം. കാരണം ഇത് പറയുമ്പോൾ ഇവർക്ക് ഉള്ളിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരുപാട് കഴിവുകളുണ്ടായിരിക്കും. ഈ കഴിവുകൾ അപ്പോൾ ഇവന് അപകർഷതാബോധം വരും. അവൻ്റെ കഴിവിൽ അവന് വിശ്വാസമില്ലാതെ മറ്റുള്ളവൻ്റെ മുമ്പിൽ ഫേസ് ചെയ്യാനോ മറ്റുള്ളവനോട് കാര്യങ്ങൾ പറയാനോ. പ്രതിലിപിയിൽ ഏറ്റവും കൂടുതൽ ഞാനിങ്ങനെ നോക്കും, റിവ്യൂസ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ കലിപ്പൻ കാന്താരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ഫോമുലയുണ്ട്. അല്ലെങ്കിൽ നായകനെ അതികായനായിട്ടൊരു നായകനും വളരെ പിന്നെ എന്താണ് ഈ ഒതുങ്ങിക്കൂടുന്ന ഒരു നായിക, അങ്ങനെയൊക്കെയുള്ളവർക്ക് ഭയങ്കര റീഡേഴ്സാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ഒരുപാട് പുരോഗമിച്ചെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു കൂട്ടം റീഡേഴ്സ് ഇപ്പോഴും ആ ഒരു പഴയ ചട്ടമ്പിത്തരവും മാടമ്പിത്തരവും പെണ്ണിന്റെ അടക്കവും ഒതുക്കവും ഒക്കെ പ്രതീക്ഷിക്കുന്നവരുണ്ട്. ഒരു ശക്തമായിട്ടൊരു കഥാപാത്രം എന്ന് പറയുന്ന അവതരിപ്പിക്കുന്ന ശക്തമായ കഥാപാത്രം ഇതാണ്. നെഞ്ചു മരിച്ചു വരുന്ന നായകനും കുറച്ച് നരസിംഹത്തിലെയൊക്കെ പോലെ ചട്ടമ്പിത്തരമൊക്കെയുള്ള നായകന്മാരാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ റിവ്യൂസ് വരുന്നത്. പക്ഷെ നല്ല നല്ല കഥകൾക്ക് റിവ്യൂസ് കുറവാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയില്ല. ചിലപ്പോൾ ഒരു പക്ഷെ പ്രതിലിപി ഈ വായിക്കുന്നവർ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വീട്ടമ്മമാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രതിലിപി പൊതുവെ ആൾക്കാർക്ക് പൈസ കൊടുക്കുന്ന കേട്ടിട്ടുണ്ട്. കാരണം നല്ല നല്ല വർക്കുകൾക്ക് അവർ പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വരുമാന സ്രോതസ്സൊക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ? എനിക്ക് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത തുകയാകുമ്പോഴാണ് അവർ മോണിറ്റൈസ് ചെയ്യുന്നത്. നമുക്ക് പക്ഷേ നമ്മുടെ പ്രൊഫൈൽ ഇങ്ങനെ എഴുതി കാണിക്കും നിങ്ങൾക്ക് ഇത്ര രൂപയായിട്ടുണ്ട് എന്ന്. അപ്പോൾ അത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. എനിക്കറിയില്ലായിരുന്നു പ്രതിലിപിയിൽ ഇങ്ങനെ മോണിറ്റൈസേഷൻ ഒന്നും ഉണ്ടെന്നറിയില്ല. പക്ഷെ അക്കൗണ്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ തവണയും നോക്കുമ്പോൾ ഇങ്ങനെ എമൗണ്ടിൽ വ്യത്യാസം വരും. അപ്പം ഞാൻ ഈ എഴുത്തുന്ന ഒരു പെൺകുട്ടിയോട് തന്നെ നമ്മൾ മെസ്സേജ് അയച്ച് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അവർക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്, ഇത്ര പേര് വായിക്കുമ്പോൾ ഇത്ര എമൗണ്ട്. അത് ഒരു നല്ല തുകയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആകും എന്ന്. അങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്, വരുമാനം ഉണ്ടാവുന്നുണ്ട് പ്രതിലിപി കൂടെ. എങ്ങനെയാണ് ഗംഗോത്രി എന്ന പേര് സ്വീകരിച്ചത്? ഗംഗോത്രി എന്ന് പറയുന്നത് എൻ്റെ വീട്ടുപേര് ഗംഗോത്രി എന്നാണ്. ആ വീട്ടുപേര് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനും ഹസ്ബൻഡും ശിവന്റെ ഭക്തരായതുകൊണ്ടാണ്. അപ്പം എനിക്ക് ആദ്യം വീടിന് സരോവരം എന്നൊക്കെ പേരിടണം എന്നുണ്ട്. അപ്പം നമ്മുടെ ചുറ്റിനും ഒരുപാട് സരോവരമുണ്ട്. പിന്നെ കാരണം മാനസ സരോവരം വെച്ചിട്ട് ശിവൻ പാർവതി ഇറങ്ങി കുളിച്ചതൊക്കെയുള്ള ഒരു സങ്കല്പം വെച്ച് ശിവഗംഗയാകുമ്പോഴും ഒരുപാടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു വിശ്വാസപ്രകാരം ഇരിക്കുന്ന സ്ഥലമാണ് ഗംഗോത്രി. അപ്പോൾ അത് ശിവന്റെ ജടയിൽ നിന്നാണ്, മീൻസ് അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നാണല്ലോ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ശിവൻ ഭഗവാനോട് ഇഷ്ടമുണ്ടത് കൊണ്ടാണ് ഗംഗോത്രി എന്നുള്ള പേര് വെച്ചത്.